Spectrum 002. Spectrum 002. ഹലോ, ഞാൻ സുരേഷ് നാടൻ. എന്റെ ചാനലിന്റെ പേര് സ്പെക്ട്രം 002. സ്പെക്ട്രം എന്ന് പറയുമ്പോൾ എ ബാൻഡ് ഓഫ് കളേഴ്സ് ആർ സീൻ ഇൻ എ റെയിൻബോ produced by separation of the components of light by their different degrees of refraction according to wavelength. അതേപോലെ നമ്മുടെ ഇന്നത്തെ ജീവചര്യയില് നമ്മളെ റിലേഷൻഷിപ്പ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എങ്ങനെയാണ് റിലേഷൻ ഉണ്ടാകുന്നത്? എന്റെ ചിന്തപ്പാടിൽ 0 മദർ, സെക്കൻഡ് 0 ഫാദർ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് 2 ആവും. രണ്ടുപേരും കൂടെ ചേരുമ്പോൾ 2. അപ്പൊ ഒരു കുഞ്ഞിന്റെ ജനിച്ച ശേഷം ആദ്യത്തെ റിലേഷൻ എന്ന് പറയുന്നത് അച്ഛൻ അമ്മ, അതാണ് ഭാവിയിൽ പാരൻസ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് കുഞ്ഞിനെ അറിവും പറയാനുള്ള കഴിവും എല്ലാം വരുമ്പോൾ അമ്മുമ്മയായി, അപ്പൂപ്പനായി, മാമനായി, മാമയായി ഇങ്ങനെ പോകും. ഇപ്പം അന്ത്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ഈ റിലേഷൻസ്. ഇംഗ്ലീഷിലെ റിലേഷൻ തന്നെ റീലേഷനാണ്. ലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ബന്ധമാണ്. റീലേഷൻ എന്ന് വെച്ചാൽ ഒരു മാറ്റൊരച്ച്. അപ്പൊ കൂടെ കൂടെ നമ്മൾ ബന്ധങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടാലേ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ ലേഷൻ പയ്യെ പയ്യെ മുറിഞ്ഞ് നശിച്ചു പോകും. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ബന്ധുക്കളുമായിട്ട് ഒരു കൂടിക്കാഴ്ച, കുഞ്ഞുങ്ങളുമായി പോയി ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും ഇത് അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ബന്ധുവാണ്, ഇന്ന ആളാണ്. അപ്പൊ അവിടുത്തെ കുട്ടികളുമായിട്ടൊരു ബന്ധം ഉണ്ടാവും. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തന്നെ അവർക്ക് പരിചയമാവും. നമ്മൾ യാതൊരു റിലേഷനുമായിട്ട് പോവാതെ നമ്മൾ കഴിച്ചു കൂട്ടാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. പക്ഷെ പരസ്പരം എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തന്നെ അറിയാൻ പറ്റത്തില്ല ഇത് എൻ്റെ മാമന്റെ മോനാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദര തുല്യമായ ആൾക്കാരാണ്. അതുകൊണ്ട് കഴിവതും നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ റിലേഷനുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയാൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാര്യം ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ്. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ന്യൂക്ലിയർ ഫാമിലി. അപ്പൊ ന്യൂക്ലിയർ ഫാമിലിയുള്ള അപാകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ടെൻഷൻ ഉള്ള ജീവിതമാണ്. കൂട്ടായ്മയുള്ള ഒരു ജീവിതം പണ്ട് കാലത്തുണ്ടായിരുന്നപ്പോൾ ആർക്കും ഒരു ടെൻഷൻ ഇല്ല. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് എപ്പം വരുന്നു, എല്ലാവരും വീട്ടിൽ നോക്കാൻ ആൾക്കാരുണ്ട്. ഒറ്റയ്ക്കാവുമ്പോൾ സ്വാതന്ത്ര്യമുണ്ട്, ടെൻഷൻ കൂടുതലാണ്. ടെൻഷനുള്ള ജീവിതമാണ് ഇപ്പോൾ. അതാണ് ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു അപാകത എന്ന് വെച്ചാൽ ടെൻഷൻ. അതാണ് ആൾക്കാർക്ക് കൂടുതൽ അസുഖങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവുന്നത്. കാര്യം ആരുമായിട്ട് അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കത്തില്ല, എല്ലാം സീക്രട്ടായിട്ട്. അപ്പൊ സീക്രട്ട് ആയിട്ട് വരുമ്പോൾ അവസാനം സീക്രട്ട് വെരി ഡേഞ്ചറായി മാറുമ്പോൾ ആണ് മറ്റുള്ളവരെ അറിയുന്നത്. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും പല സംഭവങ്ങളും നടക്കുന്നത്. നിങ്ങൾ പത്രങ്ങൾ കൂടിയും TV കൂടിയൊക്കെ കാണുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ നമ്മൾ മൈനസ് ചെയ്യുക. മറ്റുള്ളവരുമായിട്ട് പങ്കിടുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആരും അത്ര നമ്മളെ കുഴിയിലാക്കാനൊന്നും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ളവർ വളരെ വിരളമാണ്. നമ്മളെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു ആശ്വാസം, ഏതെങ്കിലും ഒരു തരത്തിൽ അവർ ഏതെങ്കിലും ഒരു പോംവഴി നമുക്ക് പറഞ്ഞു തരും. അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇന്നത്തെ എന്റെ വിഷയം എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ്. ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ആദ്യത്തെ ബന്ധം എന്ന് പറയുന്നത് അമ്മയും അച്ഛനും. അപ്പൊ നമുക്കും നമ്മുടെ കുഞ്ഞ് കറുത്തതാണോ വെളുത്താണെന്നില്ല. നമ്മുടെ കുഞ്ഞ് പൊൻകുഞ്ഞാണ്. ആ കുഞ്ഞിനെ നമ്മൾ തലോടിച്ചുളർത്തുന്നു. ഭാവിയിൽ ആ കുഞ്ഞ് നമ്മള് നോക്കുകയോ നോക്കാതിരിക്കുകയോ ആ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം. നമ്മുടെ കടമ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ
അപ്പൊ സ്പെക്ട്രത്തില് നമ്മുടെ ചുറ്റുമുണ്ടാവുന്ന വിഷയങ്ങൾ, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വിഷയങ്ങൾ, നമ്മുടെ ചുറ്റുപാടിൽ എന്തൊക്കെ നടക്കുന്നു ഇതിനെ പ്രതിപാദിക്കുന്ന ഒരു വിഷയങ്ങളായിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ, ബൈ, ടേക്ക് കെയർ, സീ യു നെക്സ്റ്റ് വീഡിയോ.